ഉപ്പാന്റെ പേരിന് എന്താ പറയാ? അതിന് നസബ എന്നാ പറയാ. ഉപ്പാന്റെ പേര് അൻസാബ്, നസബ. അപ്പൊ ഉപ്പ ഇങ്ങനെ നസബ പറയാ. അപ്പൊ ഇവരിതാ ലാസ്റ്റ് നിമിഷം വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നമുക്ക് മറുപടി പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, അത് ഉപ്പാന്റെ ഉപ്പ അഹമ്മദിന്റെ പരമ്പര പറഞ്ഞ നസബ എന്ന കുടുംബ പരമ്പര എന്ന് പറയുന്നത് അതല്ല സനത്. തിരുത്തി കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ സവിനയം ചോദിക്കട്ടെ, ഈ ജനലക്ഷങ്ങൾ നേർക്കുനേരെയല്ലെങ്കിലും സീഡികളിലൂടെയും ആധുനിക നെറ്റ് സംവിധാനത്തിലൂടെയും ഇത് മുഴുവൻ മലയാളികൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഇതാണ് പരമ്പര എന്ന്. പച്ചയായി പുസ്തകത്തിൽ കാന്തപുരം മേപ്പിയുടെ മകനെ എഴുതി വെച്ചല്ലോ. കാരന്തൂർ മർക്കസ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ അങ്ങനെ തന്നെ അതാണ് ഈ മുടിയുടെ പരമ്പര എന്ന് എഴുതി വെച്ചല്ലോ. സാക്ഷാൽ AP അബൂബക്കർ മുസ്ലിയാർ ആ സമയത്തിൽ വെച്ച ഇതാണ് മുടിയുടെ പരമ്പര എന്ന് പറഞ്ഞല്ലോ. സാക്ഷാൽ പേരോട് 2 തവണ ഇതാണ് മുടിയുടെ പരമ്പര എന്ന് അതേ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ. ഞങ്ങൾ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഇപ്പോൾ പേരോട് സമ്മതിക്കുന്നു ഇത് മുടിയുടെ പരമ്പരയല്ല, അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്, നസബയാണ് സമ്മതിക്കുന്നുവെങ്കിൽ ഇത് കേരളീയ മുസ്ലിം സമൂഹത്തിനെങ്കിൽ നിങ്ങൾ തിരുത്തി പറയുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ കളവ് പറഞ്ഞുപോയി, ഞങ്ങൾ അബദ്ധം പറഞ്ഞുപോയി എന്ന് തെറ്റ് തിരുത്തി നിങ്ങൾ പ്രസിദ്ധീകരിക്കുമോ പ്രസംഗിക്കുമോ? ഈ ചോദ്യത്തോട് മറുപടി പറയാം. വേറെ ഞഞ്ഞമഞ്ഞ പറഞ്ഞിട്ട് കാര്യമില്ല, കള്ളക്കരച്ചിൽ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറെ ആലോചിച്ചു, ഇയാളെ സീഡിങ്ങനെ ഇരുന്ന് കേട്ടപ്പോ ഒരു സ്ഥാനത്തുല്ലാതെ ഇരുന്നിട്ട് കരയുണ്ട്, കണ്ണു തുറക്കുമ്പോ കണ്ണിന് വെള്ളം പൊട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ അസൽ സക്കാഫി കാസർഗോഡ് ഞാൻ ചോദിച്ചു, മൂപ്പർക്ക് ഉഗ്ര കുറെ പരിചയമുള്ളതാണല്ലോ. അല്ല സക്കാഫി, കരയാൻ തോന്നാത്ത സമയത്ത് കരച്ചിൽ ഉണ്ടാക്കാൻ കഴിയും മനുഷ്യന് വെച്ചു. അഭിനയിക്കുന്ന ആൾ കഴിയുന്നു. ഞാൻ വിശ്വസിച്ചു. ഈ തരത്തിൽ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ചപ്പട വിദ്യകൾ പുറത്തെടുക്കുന്നതിന് പകരം വിനയ പുരസ്സരം പറയട്ടെ, കാന്തപുരത്തിന്റെ മകന്റെ പുസ്തകം പിൻവലിച്ചോട് നിങ്ങൾ പത്രപ്രസ്ഥാനം കൊടുക്കോ? ഇത് ജനസമൂഹത്തിന് തിരുത്തണ്ടേ? കാന്തപുരത്തിന്റെ പ്രസ്താവന നിങ്ങൾ തിരുത്തുമോ? സാക്ഷാൽ പേരോട് ആദ്യം പറഞ്ഞത് ഞാൻ തിരുത്തുന്നു എന്ന് പറയുമോ, വ്യക്തമാക്കുമോ? നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ വിലയിരുത്തി. ഇത് പറയാത്ത കാലത്തോളം 2-1 കളവാണ്, വാസ്തവവിരുദ്ധമാണ് സ്ഥിരപ്പെട്ടില്ലേ? ഈ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറഞ്ഞ് പരമ്പര കൊണ്ടുവന്നാൽ അത് കണ്ടും ചുമ്പ് വിശ്വസിക്കാൻ കേരളീയ മുസ്ലിം സമൂഹത്തിന് കിട്ടില്ല എന്നാണ് എന്റെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചത്. ഇത് വളരെ ഗൗരവമായ കാര്യമല്ലേ? എന്നിട്ട് നമ്മളിതിന്റെ പരമ്പര പരിശോധിക്കുന്നതിനെ പറ്റി ഇത്തരം വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടി ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയം അവതരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കൽപ്പിച്ചിട്ട് കൊണ്ടു കൊടുത്തേക്കാം. പല സ്ഥലത്ത് പല നോട്ടീസാണ്. നബി തങ്ങൾ നേരെ സ്വപ്നം കാണിച്ചത്രേ അറബിക്ക്. ഈ മുടി അന്യാധീനപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ അത് കാത്തു സൂക്ഷിക്കാൻ യോഗ്യനായ ഒരാൾ ഷെയ്ഖ് അബൂബക്കർ കേരളം എന്ന രാജ്യത്തുണ്ട്. ആളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ആ മുടി കൈമാറണം. നേരിട്ട് തങ്ങളെ ഓർഡറാണ്. അങ്ങനെ തങ്ങളെ ഓർഡർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ കാന്തപുരത്തിന് അടുത്തറിയുന്നോട് വിശ്വസിക്കൂല. അതുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായി കള്ളക്കഥകൾ, സ്വപ്നക്കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് കാന്തപുരത്തെ പ്രവാചകന്റെ അടുത്ത കണക്ഷനുള്ള ആളാക്കി തീർക്കാനുള്ള വ്യഗ്രത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കാൻ നല്ല പ്രഭാഷകരെ വെച്ചുകൊണ്ട് നന്നായി ജനങ്ങൾക്ക് ഒരു വഴന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വഴന്നിനോടുള്ള ആത്മാർത്ഥമായ ആഭിമുഖ്യം ചൂഷണം ചെയ്തുകൊണ്ട് ഇദ്ദേഹം നബി തങ്ങളുമായി അടുത്ത ബന്ധമുള്ള ആളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പ്രത്യേക പ്രഭാഷകരെ പുറത്തിറക്കിക്കൊണ്ട് എത്ര സുന്ദരമായിട്ട് ആ കള്ളക്കഥകൾ മെനഞ്ഞെടുക്കുന്നത്. 4, 5, 6, 7 കഥകളല്ല. അത് പറഞ്ഞ സമയം ആവർത്തിക്കും. പക്ഷെ ഞാൻ 1-2 സംഭവങ്ങൾ നിങ്ങൾക്കിടയിൽ ആവർത്തിക്കാതിരിക്കാൻ നിർവാഹമില്ല. നോക്കൂ, നിങ്ങൾ പറയുന്നത് കാന്തപുരത്തിന് തങ്ങളുമായുള്ള ബന്ധം, അഭേദ്യമായ ബന്ധം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇയാൾ പറയുകയാണ് ഈക്കക്കാരനൊരു നേതാവ്. ഈക്കക്കാരനൊരു നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാൻ ആഗ്രഹിച്ചു. സ്വാഭാവികം തങ്ങളെക്കാണെങ്കിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവർക്കറിയാം, സ്വലാത്ത് വർദ്ധിപ്പിച്ചു. ലാസ്റ്റ് സ്വപ്നം കണ്ടു തങ്ങളെ കാണാനുള്ള നീണ്ട ക്യൂ. ആ ക്യൂവിലാണ് ചെന്ന് നിന്നു. ക്യൂ ഇങ്ങനെ ചെന്ന് ജിജ്ഞാസയോടുകൂടി ആകാംക്ഷയോടുകൂടി തങ്ങളെ കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു റൂമിൽ തുറന്നു അവിടെ എത്തി നോക്കുമ്പോൾ തങ്ങളല്ല വിടർന്ന പുഞ്ചിരിയുമായി സാക്ഷാൽ കാന്തപുരം അവിടെ ഇരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ തങ്ങളെ കാണാനല്ലേ സ്വപ്നം കാണാൻ സ്വലാത്തിയല്ലത്? ഇത് കാന്തപുരമാണല്ലോ. അപ്പൊ കാന്തപുരം തിരുത്തുക, വിഷമിക്കേണ്ട, റസൂലുള്ള തൊട്ടപ്പുറത്തെ റൂമിലുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണണമെങ്കിൽ ഞാൻ തരുന്ന ടിക്കറ്റ് വാങ്ങണം. ഈ ടിക്കറ്റ് പിടിച്ചോ, അപ്പുറത്ത് ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട് റസൂലുള്ളാഹിക്ക് വിടും. പറഞ്ഞ പോലെ ടിക്കറ്റ് വാങ്ങിപ്പോ തങ്ങളെ കണ്ടു. അതോടെ അയാൾക്ക് മനസ്സിലായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെന്നെത്താനുള്ള ഏക മാർഗം കാന്തപുരത്തിന്റെ മാർഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും അത് EK വിഭാഗം വിട്ട് കാന്തപുരം വിഭാഗത്തിൽ ചേരുകയും ചെയ്തു. ഇത് അവതരിപ്പിക്കുന്നത് നോക്ക്, നിങ്ങൾ പറയുന്നത് ആ ബന്ധം ഉണ്ടാക്കാം. AP ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തി. അയാൾ ഉസ്താദിനോട്
പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം, ഉസ്താദിന്റെ പ്രവർത്തകരോട്, ഉസ്താദിന്റെ കൂടെയുള്ളവരോട് സ്നേഹം, ഉസ്താദിന്റെ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം, അവർക്കൊക്കെ കൂടി സ്വീകരണം എന്തൊക്കെ ജില്ലയിൽ ഏർപ്പെടുത്തിയത്. അപ്പോ ഇയാളോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്നൊരു പരിവർത്തനമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ, അയാൾ ഈ ഭാഗത്തിലാണ് എന്തൊക്കെ തുറന്നു പറഞ്ഞിന്, തകരാറൊന്നും ഒക്കെ അങ്ങനെ പുറത്തിപ്പോ മനസ്സിലായിട്ടുള്ളതല്ലേ. അയാൾ പറയുന്നത്, ഞാൻ ഉസ്താദിന്റെ എതിരില്ല, പക്ഷെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വളരെ അതിന് പരിശ്രമിച്ചത്. അതിനുള്ള ഏക ഒരു സ്വലാത്ത് തന്നെയാണ്. സ്വലാത്ത് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരു വലിയ സ്വത്ത്, ഒരു വലിയ ക്യൂ ഞാൻ കണ്ടു. ഞാൻ അതിൽ ചെന്ന് നിന്നു. നട്ടുച്ച ടൈം, വേർത്തൊഴുകുന്നു. ഏതായാലും കാലങ്ങളായില്ലേ നബിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ നിന്ന് പിന്തിരിയുന്ന വെണ്ണമില്ലാന്ന് മനസ്സിലാക്കി ആ വലിയ ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും കൂടി അങ്ങേ നടന്ന് ഒരു റൂമിലാണ് റസൂലുള്ളത് എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ നബിയല്ല ഉള്ളത്, കാന്തപുര ഉസ്താദാണുള്ളത്, ഏപി ഉസ്താദാണുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ പരിപാടി? ഏപി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. എന്തിന്? അപ്പുറത്തെ റൂമിൽ റസൂലുള്ള ഇരിക്കുന്നുണ്ട്. ആ നബിയെ കാണാൻ ഏപി ഉസ്താദ് ടിക്കറ്റ് കൊടുക്കുന്നു. ആ ടിക്കറ്റ് വാങ്ങി ഞാൻ അടുത്ത റൂമിൽ കയറിയപ്പോൾ അവിടെ റസൂലുള്ളാഹി ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവിന്റെ റസൂലിലേക്കെത്താൻ ഇക്കാലത്ത് പറ്റുക വരുന്നെങ്കിൽ ഞാൻ തുടരുന്ന വിഭാഗമല്ല, മറിച്ച് കാന്തപുരം മാത്രമാണ്. ഞാൻ അതോടുകൂടെ എന്റെ ഗ്രൂപ്പ് വിട്ടു. അല്ലാഹു അക്ബർ. നമുക്കൊരൊറ്റ കാര്യം ചോദിക്കാറുള്ളൂ. ആ EK വിഭാഗം നേതാവ് ഗ്രൂപ്പ് വിട്ട് കാന്തപുരം വിഭാഗത്തിൽ ചേർന്നല്ലോ. രണ്ടാമത്തെ ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത്, ആ EK വിഭാഗം നേതാവിന്റെ പേരൊന്ന് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ? പേര് പറഞ്ഞാൽ മതി, നാട് പറയേണ്ട, മലയാളിയിലെ ഞങ്ങൾ അഡ്രസ് തേടി പിടിച്ച് കണ്ടെത്തിക്കോളാം. ജസ്റ്റ് ആ പേരെന്ന് പറയും. രണ്ടാമത്തെ ചോദ്യം അതാണ് ചോദിക്കാനുള്ളത്. വ്യാജമായ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കി ഈ കാസറ്റ് ആരാ പ്രസിദ്ധീകരിക്കുന്നോ? ഇവർക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. അതൊക്കെ ബോധപൂർവ്വ ഇവരുടെ കാരന്തൂർ മർക്കസിന്റെ പ്രസിദ്ധീകരണ ബ്യൂറോ മർക്കസിൽ അത് പ്രസിദ്ധീകരിക്കുന്നത്. ആ CD എത്രയാണ് ജനങ്ങൾക്കുള്ളിൽ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും പേരോട് നിഷേധിക്കുന്നില്ലല്ലോ. ഇത് ഇന്നും ശരിവെക്കുകയാണ്. ഇത് സത്യത്തിൽ ഇങ്ങനത്തെ 1, 2, 4 കഥയല്ല. തങ്ങളുമായി കാന്തപുരത്തിന് വല്ലാത്ത ബന്ധാണ്. അങ്ങനെ ഒരു ബന്ധം സ്വഹാബത്തിന് എന്തോ സംശയം. എത്രത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഉയർന്ന പദവിയിൽ കാന്തപുരം എന്ന് പറയുന്ന അബൂബക്കർ എത്തിച്ചേർന്നിരിക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഹദീസ്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മഹത്വം പ്രതിപാദിച്ചുകൊണ്ട് തങ്ങൾ പറയുന്ന ഹദീസ്, കാന്തപുരത്തിനെ പറ്റി ഒരാൾക്ക് കാന്തപുരമായി ചെറിയൊരു അകൽച്ച മൂപ്പരെ ഗ്രൂപ്പിൽപ്പെട്ട നേതാവുണ്ടായത്ര. ഗ്രൂപ്പിൽപ്പെട്ട നേതാവ് അടുത്താൽ അകലും. കാന്തപുരത്തിന്റെ പ്രത്യേകതയാണത്. നമ്മുടെ നേതാക്കൾ അടുത്താ പിന്നെയും അടുക്കും, കൂടുതൽ അടുക്കാൻ തോന്നും. ഇത് അകലും. ചെറിയ അകൽച്ച ഉണ്ടായപ്പോ അന്ന് രാത്രി സ്വപ്നം കണ്ടു സുഹൃത്താണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വം ഇങ്ങനെ ഹദീസിൽ ഓതി കൊടുക്കുക. ഇയാൾ വിചാരിച്ച് പഠിച്ചോളെ ഞാനെന്തിനാ അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വം എനിക്ക് ഉറപ്പന്നെ മഹത്വം ഉണ്ടെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി തങ്ങൾ ഉദ്ദേശിച്ചത് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, കാന്തപുരത്തുള്ള അബൂബക്കർ ആണ് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്താണ് തങ്ങൾ ഈ കാന്തപുരത്തിനെ വാഴ്ത്തിക്കൊണ്ട് പറയുന്ന സ്വപ്നത്തിൽ നോക്കുന്നു. രണ്ടാമത്തെ കള്ളക്കഥ. ഉസ്താദിന്റെ അഭിപ്രായത്തിന് എതിരിൽ ചെറിയ അഭിപ്രായമുള്ള ഒരു വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോട് എതിർപ്പല്ല, ചെറിയ അകൽച്ച വന്നുപോയ ഒരാൾ. അയാൾ ഉസ്താദിന്റെ ഒരു ചെറിയ ശിഷ്യനാണ്. അയാൾ എന്നോട് പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി എന്നോട് ഒരു ഹദീസ് ഓതി. ഏതാണ് ഹദീസ്? മാഫൂല അബൂബക്കർ അലൈക്കും ബിതസ്ബീഹി സ്വലാത്തുൻ വലാ സിയാം വലാകിൻ ബിഅംദിൻ വഖറ ഫീ ഖൽബിഹി ഔ ഉഖ്തിറ ഫീ ഖൽബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞ വാക്കാണ്. പക്ഷേ ആ വാക്ക് ഈ പണ്ഡിതനോട് ഒരിക്കലും ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് വിശുദ്ധ ഖുർആനിന്റെ വാക്കൊക്കെ ജാമിയാണ്, എല്ലാ വിഷയവും ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം പറയാണ്, എന്നോട് റസൂൽ ഓതി തന്ന ഹദീസിലാണ്, അബൂബക്കർ നിങ്ങളേക്കാൾ ഉയർന്നത് കുറെ നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ടുമല്ല, തന്റെ ഹൃദയം അല്ലാഹു പ്രത്യേകമായി മാനിച്ച ഹൃദയമാണ്. അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന ഹദീസ് റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു. ഏത് ഉസ്താദിനോട് അഭിപ്രായം
ചെറിയ അകൾക്ക് സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് റസൂൽ ഓടി കൊടുക്കുന്ന ഹദീസിന്റെ അർത്ഥം പറയുന്ന സഹോദരന്മാരെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയല്ല പറയുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്ത് സിദ്ദീഖ് തങ്ങളെ പറ്റി പറഞ്ഞ ഹദീസാണെങ്കിലും ഇന്നുള്ള ആ പണ്ഡിതനോട് ഈ ഹദീസ് മാത്രം റസൂൽ ഓതി കൊടുത്താൽ അബൂബക്കർ എന്ന് പറഞ്ഞാലേ എന്ന് പറയുന്ന അബൂബക്കർ ഉണ്ടല്ലോ, അത് നിങ്ങളൊക്കെ വളർന്നത് ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ടും ഹൃദയത്തിന്റെ വളർച്ച കൊണ്ടുമാണ്. അവരോട് നിങ്ങൾ എതിരെ നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഈ വിഷയം നമ്മൾ കോഴിക്കോട് അവതരിപ്പിച്ചിട്ട് ആ സീഡ് കണ്ടിട്ട് ഒരു വിവരമില്ലാത്ത പെണ്ണുങ്ങളെ ഇത് വിശ്വസിക്കാൻ പറ്റൂല, എന്നിട്ടല്ല ആണുങ്ങൾ വിശ്വസിക്കണേ. ഇമാതിരി കള്ളക്കഥകൾ മനഞ്ഞുണ്ടാക്കി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാർത്തിക്കൊടുക്കുന്ന ഈ കള്ള സ്വപ്ന കഥകൾ ഇവിടെ ഒന്നും നിൽക്കൂല. ഒരു മൂന്നാമത്തെ കഥ കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇവരെ ഷെയ്ഖാണ്. ഇത് നമ്മുടെ ജില്ലയിലാണ്. കുണ്ടൂർ ഷെയ്ഖിനെ പോലെ ഒരുപാട് ഷെയ്ഖല്ലാത്ത ആളുകളെ ഷെയ്ഖാക്കി അവരോധിപ്പിച്ച ആളുകളാണ് ഇവര്. നമ്മളല്ല പറയണത്, ഇവരെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ഈ മുടിയുടെ വിവാദം വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടല്ലാതെ ഇളയാടി നിൽക്കുന്ന പലരുമുണ്ട്. അവർ പറയുന്നു ഷെയ്ഖന്മാരല്ലാത്ത കുറെ ആൾക്കാരെ ഞങ്ങൾ ഷെയ്ഖാക്കാറുണ്ട്, സയ്യിദന്മാരല്ലാത്ത അഹ്ലുൽ ബൈത്തിൽപ്പെടാത്ത കുറെ ആൾക്കാരെ ഞങ്ങൾ സയ്യിദന്മാരാക്കി കൊണ്ടുവരാറുണ്ട്. ഈ പറയുന്ന വിവാദ പുരുഷനായ കുണ്ടൂർ ഷെയ്ഖ് എന്ന് പറയുന്ന മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള സിയാറത്തിന് പോയി. സ്വാഭാവികം നല്ല തിരക്കുണ്ടാവുമല്ലോ. അള്ളാഹുവിന്റെ ഹബീബിനെ ആശിഖീങ്ങൾ അവിടെ ഇഷ്ടം പോലെ ചെല്ലും, അപ്പോഴും തിരക്കാ. ഇദ്ദേഹം ചെന്നപ്പോ അവിടെ തിരക്കേണ്ടപ്പോ അദ്ദേഹം തങ്ങളെ അവരുടെ കിടക്ക് തങ്ങളോട് വലിയ ബന്ധമല്ല വരെ, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നപ്പോ ഭയങ്കര തിരക്കാ, എനിക്ക് തിക്കും തിരക്കൊന്നും കഴിയില്ല, ഞാൻ സലാം പറഞ്ഞ് പോകാന്ന് പോന്നു. പിന്നൊരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ മസ്ജിദ് നബവിയിൽ ചെന്നപ്പോ തങ്ങളിങ്ങനെ മൂപ്പര് മാടി വിളിക്കുന്നത്. അപ്പൊ തങ്ങളെ നിൽക്കുന്നവരെ കണ്ടു കാണണം. തങ്ങളെ എങ്ങനെന്തിനാ വിളിക്കണതന്നെ, അവിടെ തിരക്കാണ്, ഞാൻ വരൂല, നമ്മൾ അഹദും മീസാഖും കരാറും ഉണ്ടാക്കിയതല്ലേ, പിന്നെ എന്തിനാ നിങ്ങളെന്നെ വിളിക്കണത്? അല്ലല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. അപ്പൊ നബി തങ്ങളെക്കാളും മൂപ്പർക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. ഒന്നാം മൂപ്പര് പോയി നോക്കി. അപ്പൊ ചെന്ന് നോക്കുമ്പോ ഫഹാഹുന ഷെയ്ഖ് അബൂബക്കർ. അപ്പൊ അവിടെ ഷെയ്ഖ് അബൂബക്കർ കാന്തപുരം ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ പോയൊരു സംഭവം. അപ്പൊ ഷെയ്ഖ് അബൂബക്കറുടെ സ്ഥാനം നോക്കും നിങ്ങൾ. മൂന്നാമത്തെ കള്ളക്കഥ. കൊണ്ടൂർ ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂലെന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലൊന്നും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിക്ക് പോന്നീനെ. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ ദൗമയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കാം. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാർന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹിബ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കൊണ്ടൂർ സാഹിബിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞപ്പോ, ഉനാക ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവർക്കാണ് എന്നെ വിളിച്ചത്. നോക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾ. അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യ, മുസ്ലിമോ വേണ്ട, ഏതെങ്കിലും മനുഷ്യൻ വിശ്വസിക്കോ ഇമാതിരി കള്ളക്കഥകൾ? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയെ കുറിച്ച് പറഞ്ഞാൽ മാത്രമല്ല, അതൊക്കെ ഉള്ളടക്കം വിശകലനം ചെയ്താൽ തങ്ങളെക്കാൾ തങ്ങളടുത്തേക്ക് തിരക്കുണ്ടാക്കി പോകാൻ മൂപ്പര് കഴിയില്ല. എന്നാൽ മൂപ്പർക്ക് വേണ്ടപ്പെട്ടവരാണ്ട് അവിടേക്ക് തിരക്കുണ്ടാക്കി പോകാം. അവ തങ്ങളെക്കാൾ വേണ്ടപ്പെട്ട മറ്റൊരാൾ നമുക്കുണ്ട് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക വൃത്തത്തിലാർക്കുള്ള സ്ഥാനം എന്ത് എന്ന് നിങ്ങൾ ഗൗരവതരമായി പരിശോധിച്ചു വേണ്ടേ ഇങ്ങനത്തെ കള്ളക്കഥകൾ എന്നുണ്ടാക്കാൻ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കാന്തപുരം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ആളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഈ ശ്രമം ഇന്നും ഇന്നലെ തുടങ്ങി വെച്ചതല്ല, കുറെ കാലമായി തുടങ്ങി വെച്ചിട്ടുണ്ട്. മർക്കസിന്റെ 23ാം വാർഷിക മഹാസമ്മേളനം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. 23ാം വാർഷിക സമ്മേളനം. ആ കാലത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ മർക്കസിന്റെ സമ്മേളന സപ്ലിമെന്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. മർക്കസിന്റെ സമ്മേളനത്തിന്റെ 23ാം വാർഷികത്തിന്റെ മർക്കസു സഖാഫത്ത് സുന്നിയ 33ാം വാർഷിക 10ാം ബിരുദദാന സമ്മേളനം 2000 നവംബർ 3, 4, 5 തീയതികൾ മർക്കസ് നഗർ കാരന്തൂർ കോഴിക്കോട്. അനാഥ മക്കളുടെ കണ്ണിയൊപ്പാൻ ഒരു പടനായകനെന്ന് ഇവരെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ട് ഒരു 1/2 പേജ് സപ്ലിമെന്റ് മാതൃഭൂമി ദിനപത്രത്തിൽ. അന്ന് മാതൃഭൂമി